ഹലോ ഗായ്സ്, എല്ലാവർക്കും D4 ഡ്രിഫ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് 350 ആണ്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേറെ ആരും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസ് ഒന്നും കാണിക്കാതെ ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് അങ്ങ് ഇടുന്നത്. അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം അത്ര മനോഹാരിതയായിട്ട് നമുക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോയി നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ബാക്കി ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോയ്ക്ക് വേണ്ടി ഇവിടെ നിർത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് പോവാം. അതിനു മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കാനുള്ളത്, നിങ്ങളെന്തായാലും വെറുതെ അവിടെ ഇരിക്കുകയല്ലേ വീഡിയോ കണ്ടോണ്ട്, അതുകൊണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ, എന്നിട്ട് ആ ബെല്ലൈക്കനോട് ഒന്ന് അമർത്തിയേക്കണേ. ആ ഒരു സമയത്തുള്ളിൽ നമ്മൾ അവിടെ എത്തിച്ചെല്ലും, എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ വണ്ടി എടുക്കുകയാണ്, ചെറുതെ അങ്ങോട്ട് നീങ്ങാം. നമ്മൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്. നമ്മളാണെങ്കിൽ ഈ പൂട്ടിയിട്ടിരിക്കുന്ന കണ്ടത്തിൻ്റെ നടുക്കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അവിടെ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടോട്ട് കയറ്റി വെച്ച് വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. ഇവിടെ തന്നെ ഈ വലത്തോട്ട് കാണുന്നിടത്തോട്ട് വണ്ടി കയറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ വണ്ടി ഒരു 350 cc വണ്ടിയാണ്. 346 cc, 19 bhp, 28 Nm ടോർക്ക് അടങ്ങുന്ന ഒരു അടിപൊളി പവർഫുൾ എൻജിൻ തന്നെ നമുക്ക് പറയാം. അമ്മാതിരി ഒരു എൻജിനുള്ള ഒരു അടിപൊളി വണ്ടി തന്നെയാണ്. പണ്ട് തൊട്ടേ ഈ ഒരു സ്പെക്ക് തന്നെയാണ് സ്റ്റാൻഡേർഡ് വെർഷനുകൾക്കെല്ലാം വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഒരു സ്റ്റാർട്ട് ടൈപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും മാറ്റമൊന്നുമില്ല. ഈ വണ്ടിക്ക് ഇപ്പോഴും എന്താണ് കിക്ക് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെയാണ്, സെൽഫിലോട്ടൊന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. പിന്നെ വണ്ടി ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഈ വണ്ടി വരുന്നത്. പിന്നെ ഫ്രണ്ടിലൊരു ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ പഴയ പോലെ തന്നെ ഡ്രം ബ്രേക്ക് കാര്യങ്ങളൊക്കെയാണ്. ഒരു BS6 വേർഷൻ ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് വൈബ്രേഷനിലോ അങ്ങനെ എൻജിൻ പവർ കൂടിയെന്നോ അങ്ങനത്തെ ഒരു മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പഴയ വണ്ടി തന്നെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ബ്രേക്കിങ്ങിൽ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത്, കാരണം ABS ആണ് ഫ്രണ്ടിൽ, ആ ഒരു മികവിൻ്റെ അടിസ്ഥാനത്തിലാണത്. പിന്നെ ഈ വണ്ടിയുടെ സീറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ പഴയ വണ്ടി അപേക്ഷിച്ച് ഭയങ്കര കട്ടിയാണ് സീറ്റിന്. സീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡെന്ന് തന്നെ നമുക്ക് പറയാം. നിതംബങ്ങൾക്ക് അത്യാവശ്യം പെയിൻ എടുക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റ് തന്നെയാണ്, ഭയങ്കര കട്ടിയാണ്. എന്തുകൊണ്ടാണ് റോയൽ എൻഫീൽഡ് അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. എന്തായാലും ഈ BS6ൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ള സീറ്റ് തന്നെയാണ്. പിന്നെ സൈലൻസറിൻ്റെ അവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഒരു കാറ്റലിക് കൺവേർട്ടർ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് സൈലൻസറിന് കുറച്ച് ഒരു മാസീവ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പഴയ പഴയ ബുള്ളറ്റ് സ്റ്റാൻഡേർഡിനെ അപേക്ഷിച്ച്. പിന്നെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഓവറോൾ ആ സെയിം ലുക്ക് തന്നെയാണ് റോയൽ എൻഫീൽഡ് ഇപ്പോഴും ഈ സ്റ്റാൻഡേർഡ് വേർഷന് കൊടുത്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം ബുള്ളറ്റിനെ കുറിച്ച് പറയണമെങ്കിൽ അത് വൈബ്രേഷൻ്റെ കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് സംസാരിക്കുന്നതിന് മുമ്പ് സ്വിച്ചിനൊക്കെ മാറ്റമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. പഴയ പോലെ തന്നെ ആ ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്യൂവലിൻ്റെ ഒരു റിസർവ് ആയെന്ന് കാണിക്കുന്ന ഒരു ലൈറ്റ് ഉള്ള ഒരു മീറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പണ്ട് അതുപോലും ഇല്ലായിരുന്നു. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഇതാണ്. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ വണ്ടി എന്താണ് ഒരു അഴുക്ക് റോഡിൽ കൂടാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത്. അപ്പോൾ കുറച്ച് സസ്പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ
എന്താണ് ഇച്ചിരി സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ് ഒരു പഴയ വണ്ടിയെ വെച്ച് നോക്കുമ്പോൾ സമയത്ത്. കാരണം നേരത്തെ ഉള്ള വണ്ടിയൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് അഴുക്ക് റോഡിൽ കൂടെ ഒക്കെ പോയാലും എന്താ വെച്ചാൽ നല്ല ഒരു സുഖമായിട്ടുള്ള ഒരു ഫീലൊക്കെ തരുമായിരുന്നു. പക്ഷേ ഇതിൽ കുറവാണെന്നല്ല, എങ്കിൽ കൂടി പുതിയ വണ്ടി ആയതുകൊണ്ടായിരിക്കണം കുറച്ച് ഒരു ചാട്ടം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ BS4 വണ്ടിയൊക്കെ ഓടിച്ച സമയത്ത് അതിനൊക്കെ എന്ന് വെച്ചാൽ ഇച്ചിരി താന്നായിരിക്കുന്നത് സീറ്റ്. പിന്നെ വണ്ടിയുടെ വൈബ്രേഷന് ഈ ഒരു മോശം റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. അപ്പുറത്ത് ഇച്ചിരി നല്ല റോഡുണ്ട്, ആ റോഡിൽ കയറി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ വൈബ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ഈ ഒരു റോഡിൽ കൂടെ ഓടിച്ചെങ്കിൽ കൂടി നല്ല ഒരു റൈഡിങ് കംഫോർട്ടൊക്കെ തരുന്നുണ്ട് കേട്ടോ. സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണെങ്കിൽ കൂടി നമുക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഈ വണ്ടിയുടെ ഒരു മൈലേജ് ഇപ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 40 km/L ആണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത മൈലേജ് എന്ന് തന്നെ നമുക്ക് പറയാം. സ്റ്റാൻഡേർഡിനൊക്കെ നേരത്തെ തൊട്ടൊരു 35 to 40 ആ ഒരു റേഞ്ചിലാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു മൈലേജ് തന്നെ ഇപ്പോഴും നമുക്ക് ഈ വണ്ടി തരുന്നുണ്ട്. പിന്നെ ബുള്ളറ്റിൻ്റെ വേറൊരു കാര്യം പറയുകയെന്ന് വെച്ചാൽ വണ്ടിയുടെ പില്യൺ കംഫോർട്ടാണ്. പില്യൺ കംഫോർട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു വേർഷൻ്റെ വരുന്നതെന്ന് വെച്ചാൽ ഈ സീറ്റിൻ്റെ ഒരു കട്ടി കൂടുതലുകൊണ്ട് പില്യണാണെങ്കിലും റൈഡറാണെങ്കിലും അത്യാവശ്യം നല്ല പെയിൻ വരുന്ന ഒരു കംഫോർട്ട് തന്നെയാണ്. കംഫോർട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സീറ്റൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ. നല്ല കട്ടിയുള്ള സീറ്റ് തന്നെയാണ്. അപ്പം നമ്മൾ നല്ല റോഡിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നല്ല റോഡിൽ കയറിയിരിക്കുക നമുക്ക് പറയുകയാണെന്ന് വെച്ചാൽ വൈബ്രേഷൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹയർ RPM-ൽ നമ്മൾ പോയി കഴിയുമ്പം ഏത് വണ്ടി കൂട്ട് തന്നെ നല്ല വൈബ്രേഷൻ ആയിരിക്കും. പക്ഷേ ഈ ഒരു ഒരു സ്മൂത്ത് റേഞ്ചിൽ നമ്മൾ ക്രൂയിസ് ചെയ്യുകയാണെങ്കിൽ വലിയ വൈബ്രേഷനും കാര്യങ്ങളൊന്നും നമുക്ക് അടിക്കില്ല. എങ്കിൽ കൂടി ഫുഡ് പാക്കിൽ ചെറിയ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ വണ്ടിയുടെ ചെറിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ബ്രേക്കിൽ നമ്മൾ ഒന്ന് കൊള്ളിച്ചു കഴിഞ്ഞാൽ കുറച്ച് വണ്ടി സ്കിഡാകുന്ന ഒരു ഇതിലോട്ട് പോകും. മറ്റൊരു പോരായ്മ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ടയറുകളെ കുറിച്ചാണ്. ഈ വണ്ടിയുടെ ടയർ സൈസ് വരുന്നത് 3.25 ഇഞ്ച് 19 റിം ടയറുകളാണ് അപ്പോൾ വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും സെയിം സൈസ് തന്നെയാണ്. അതിപ്പോൾ നമുക്കൊരു സൈക്കിൾ ടയർ പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷേ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. അത്രയൊരു ടയർ കാര്യങ്ങളൊക്കെയാണ് റോയൽ എൻഫീൽഡ് ഈ വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം കമൻറ്റ് ബോക്സിൽ കാണിക്കുക. പിന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു പുതുപുത്തൻ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണും. ടേക്ക് കെയർ ആൻഡ് സൈനിങ് ഓഫ് ഫ്രം D4 Drift.